സുന്നികളും ക്രിസ്ത്യാനികളും രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ഒരുപോലെയാണ്. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണം, സ്വന്തം മോൻ കാഫറായിട്ടൊരു മൗലവിയെ കണ്ടില്ലേ? ആ മൗലവി എന്തേ മൗലവിന്റെ മോനിങ്ങനായിപ്പോ നിങ്ങൾ മനസ്സിലാക്കിയോ? ജാറത്തെ പറഞ്ഞിട്ട്, ഔലിയാക്കളെ പറഞ്ഞിട്ട്, ആലിമീങ്ങളെ പറഞ്ഞിട്ട്, അമ്പിയാക്കളെ പറഞ്ഞിട്ട് കേട്ടോ. ജാറത്തിനെ പറ്റി ആ മൗലവി എന്താ പറഞ്ഞത്? ആ മൗലവി മരിക്കാൻ നോക്കുമ്പോ ലായിലായിരുന്നല്ലേ നമ്മളൊക്കെ യാസീനോടെ മൗലവി ശ്വാസം മുട്ടിക്കൊണ്ട് പ്രസംഗിക്കുന്ന കേട്ടോളികൾ. എന്താ പറയുക, ജാറ ലേലത്തിന്റെ കേന്ദ്രമാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന സ്ഥലം ലേലത്തിന്റെ കേന്ദ്രം, ജാറം ലേലത്തിന്റെ കേന്ദ്രമാണ്. പോൽ മൂപ്പര് പറയാണ്, ജാറങ്ങളൊക്കെ പൊളിച്ചിട്ട് അള്ളാരോടൊന്ന് തൗബ ചെയ്താല് അള്ള ഈ സമുദായത്തെ രക്ഷിക്കാൻ മലക്കുകൾ പോലും പറയാണ്. കേട്ടാ തോന്നും മലക്കുകളെ സെക്ഷൻ മൂപ്പര ക്യാപ്റ്റൻ. ഒന്ന് കേൾപ്പിച്ചോട്ടാ പറയാൻ മൗലവി അബാസിലാത്ത് പറയുന്നത്. ഡോക്ടർ ഉസ്മാൻ വളരെ നേരത്തെ പറയുന്ന ഒരു വിഷയമുണ്ട്. ഞാന് കുറെ ആലോചിച്ചു, അപ്പൊ അത് പറയാൻ തന്നെ വേണം. അതിന് എനിക്ക് ബോധ്യപ്പെട്ടു കേട്ടോ. എന്റെ അത്രയൊന്നും അദ്ദേഹം കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ വാക്ക് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്താണെന്നറിയോ, ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് കുറച്ചുവരെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മലക്കുകളെ ആക്കും. കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. മൂപ്പര് കണ്ട കിതാബ് അങ്ങനെ. ഏത് യഹൂദിന്റെ കിതാബാ നോക്കിയ മൗലവി? ഇമാമിങ്ങളുടെ കിതാബാ ഞാൻ ഉദ്ധരിച്ചു. ഞങ്ങളെ കിതാബ് എന്താ അറിയോ നിങ്ങൾ? ഞങ്ങളെ ഒന്നാമത്തെ കിതാബ് ذَلِكَ الْكِتَابُ لَا رَيْبَ فِيهِ هُدًى لِّلْمُتَّقِينَ. അതിന്റെ മുമ്പ് അലിഫ് ലാം മീം ഉണ്ട് കേട്ടോ. അത് മുതശാബിഹായ ആയത്താ. മൗലവി എന്നോട് യമീനെന്നുള്ള അർത്ഥം എന്താ പറയാത്തത്? മൗലവി അടുത്ത വരവിന് അലിഫ് ലാം മീം അതിന്റെ അർത്ഥം പറഞ്ഞേ മൗലവി. അതിന്റെ അർത്ഥം തരണം. മുതശാബിഹായത്തിന്റെ അർത്ഥം പറയണം. അലിഫ് ലാം മീം. അതായിരിക്കും അടുത്ത ചോദ്യം. അത് ചോദിച്ചോളൂ. ഇങ്ങനെ ആയിപ്പോയില്ലേ ഈ മൗലവിമാരെ? മുതശാബിഹായത്തിന് അർത്ഥം പറയായിട്ട് മൗലവിക്ക് ഭയങ്കര വിഷമം. എന്നാൽ ഹദീസിന് അർത്ഥം പറയാതിട്ട് വിഷമം. എന്നാ സഹോദരന്മാരെ, ഖുർആനിൽ എന്താ ഉള്ളത്? യാറും ലേലത്തിന്റെ കേന്ദ്രമാണ് ഖുർആനിലുണ്ടോ? സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് നബിയേ. എന്താണ് അവിടുത്തെ ബറക്കത്ത്? അവിടുത്തെ ബറക്കത്ത് ഈ ആയത്തിന്റെ തഫ്സീർ ഒന്ന് പരിശോധിച്ചു നോക്കൂ. റാസി പോലുള്ള തഫ്സീറുകളിൽ കാണാം, അമ്പിയാക്കൾ കിടക്കുന്ന സ്ഥലമാണത്. അമ്പിയാക്കൾ കിടക്കുന്ന സ്ഥലമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത് മസ്ജിദുൽ അഖ്സയുടെ സമീപത്താണ്. ബുഖാരിയിൽ കാണാം. അപ്പോൾ സഹോദരന്മാരെ, അമ്പിയാക്കളെ ഖബറുള്ള സ്ഥലം ബറക്കത്തുള്ള സ്ഥലമെന്ന് അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ബുഖാരി മറിച്ചു നോക്കൂ. സഹീഹുൽ ബുഖാരി മുസ്ലിമീങ്ങളുടെ കിതാബാണ്. അതിലെന്താ ഉള്ളത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇത് ഉമർ മൗലവിയാണ്. ഞങ്ങൾക്ക് അയാൾ ആരുമല്ല, മുസ്ലിമീങ്ങൾക്ക് അയാൾ ആരുമല്ല. ഞങ്ങൾക്കൊരു ഉമറുണ്ട്, അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് അതിനു മുമ്പ് കുത്തുകൊണ്ടിട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്തും മകനെ പറഞ്ഞേക്കുന്ന മോനെ അബ്ദുല്ലാ നീ ആയിഷ ബീവിന്റെ സമീപത്ത് പോയിട്ട് ചോദിക്കുക അബ്ദുല്ലാ അല്ലാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്യപ്പെട്ട മഖബറ ആ മഖബറയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തിട്ടുണ്ട്. ഓ മൗലവിമാരെ റസൂലുള്ളാഹിന്റെ ഖബർ ബിൽഡിങ്ങിന്റെ ഉള്ളിലല്ലേ? സിദ്ദീഖുൽ അക്ബറിന്റെ ഖബർ ബിൽഡിങ്ങിന്റെ ഉള്ളിലല്ലേ? അതിന്നും അന്നും അങ്ങനെ തന്നെയല്ലേ? ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറുണ്ട്. അവിടെ ഒരു ഖബറിന് കൂടി സ്ഥലമുണ്ട്. ആ സ്ഥലം ഉമറിന് അനുവദിച്ചു തരുമോ എന്ന് ആയിഷ ബീവിയോട് ചോദിക്കേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോയി ചോദിക്കുന്നു. സമ്മതം ലഭിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന് എന്തൊരാശയാണ് ആ ജാറത്തിൽ പോയി കിടക്കാൻ. എന്താ കാരണം? കിതാബിനെന്താ ഉള്ളത്? ഉമർ മൗലവി നിങ്ങൾ ഏത് കിതാബാ നോക്കിയത്? യഹൂദികളുടെ കിതാബാണോ നസ്രാനികളുടെ കിതാബാണോ? സഹീഹുൽ ബുഖാരിയാ ഞാൻ പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിൽ പോയി കിടക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചു വാങ്ങാണ്. ആ സ്ഥലം ചോദിച്ചു വാങ്ങിയത് എന്തിനാണ്? ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരി നോക്കൂ. എന്തിനാ ചോദിച്ചു വാങ്ങിയത്? ആ മഹാന്മാരുടെ മഖ്ബറയിൽ ഇറങ്ങുന്ന റഹ്മത്ത്, മഹാന്മാരുടെ ജാറത്തിൽ ഇറങ്ങുന്ന റഹ്മത്ത്, അത് ഖിയാമത്ത് നാൾ വരെ കിട്ടാൻ വേണ്ടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ആ സ്ഥലത്ത് പോയി കിടക്കണമെന്ന് ആശിച്ച് ചോദിച്ചു വാങ്ങുന്നത്. അപ്പൊ നമ്മുടെ മുസ്ലിമീങ്ങളുടെ കിതാബിലുള്ളത്, ഖുർആനിലുള്ളത്, ബുഖാരിയിലുള്ളത്, ഉമർ ഇബ്നുൽ ഖത്താബ് മനസ്സിലാക്കിയത്, മനസ്സിലാക്കിയത്, എല്ലാം മനസ്സിലാക്കിയത് മഹാന്മാരുടെ ജാറത്തിൽ ബർക്കത്തിറങ്ങും റഹ്മത്തിറങ്ങും. ഇവര് മനസ്സിലാക്കിയതോ ലാനത്തിറങ്ങൂ.